ഹായ്, എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ മുഴുവനായും കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോവാം അല്ലേ. രാവിലെ അലാറം അടിക്കുന്നത് കേട്ടാണ് മായ ഉണർന്നത്. അവൾ കൈയെത്തിച്ച് മൊബൈലെടുത്തു. എന്നിട്ട് അലാറം ഓഫ് ചെയ്തു. കണ്ണും തിരുമ്മി മായ കട്ടിൽ നിന്നും ഇറങ്ങി. എന്നിട്ട് ലൈറ്റിട്ടു. ബെഡിൽ കിടന്നുറങ്ങുന്ന ഭർത്താവിനെ നോക്കി അവൾ. മായയുടെ ഭർത്താവാണ് രാജീവ്. രാജീവ് എറണാകുളത്തെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ മാനേജറായി ജോലി ചെയ്യാണ്. രാജീവ് ശനിയാഴ്ച വൈകുന്നേരം വരും, തിങ്കളാഴ്ച രാവിലെ പോവുകയും ചെയ്യും. മായ ഭർത്താവിനെ ഒരു നിമിഷം നോക്കി നിന്നു. ഇന്നലത്തെ പരിപാടി കഴിഞ്ഞ് ആള് കിടന്നുറക്കാണ്. പതിയെ മായ അവിടെ നിന്ന് അടുക്കളയിലേക്ക് വന്ന് അവളുടെ പണികൾ തുടങ്ങി. മായ ഒരു സ്കൂൾ ടീച്ചറാണ്. മായയ്ക്കും രാജീവിനും 2 കുട്ടികളുണ്ട്. കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത്. രാജീവിൻ്റെ വീട്ടിൽ നിന്ന് മാറി മായയ്ക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്ന രീതിയിൽ ഒരു വാടക വീട്ടിലാണ് അവർ താമസിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായി അവരിവിടെ താമസിക്കുന്നു. സത്യത്തിൽ മായ രാജീവിൻ്റെ അമ്മയുമായി അത്ര ചേർച്ചയില്ല. എന്നാൽ ഇടയ്ക്കെല്ലാവരും തറവാട്ടിലേക്ക് പോകും. കുട്ടികളിടയ്ക്ക് അവിടെ പോയി താമസിക്കും. മായയും രാജീവും എല്ലാം ആസ്വദിക്കുന്നുണ്ടെങ്കിലും മായക്കെന്തോ അതിലത്ര തൃപ്തി കിട്ടുന്നില്ല. രാജീവ് കാര്യം കഴിഞ്ഞ് കിടന്നുറങ്ങും. 40 വയസ്സിലും മായ സുന്ദരിയാണ്. അത്യാവശ്യം മുടിയും അത്യാവശ്യം സൗന്ദര്യവും എല്ലാം അവൾക്കുണ്ട്. മായ വീട്ടിൽ നിന്നും ഇറങ്ങി എന്നും ബസ്സിലാണ് സ്കൂളിൽ പോകാറുള്ളത്. മായയെ കാണുമ്പോൾ ആണുങ്ങൾ നോക്കും. അവളുടെ മുഖത്തിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. നീണ്ട മൂക്കും ഉരുണ്ട കണ്ണും എല്ലാം ആർക്കും ഇഷ്ടമാകും. മായേ, ചായ, രാജീവ് വിളിച്ചു പറഞ്ഞു. ആ, ഇപ്പോൾ വരാ രാജീവേട്ടാ, മായ പറഞ്ഞു. രാജീവ് ബാത്റൂമിൽ കയറി ഒന്ന് വൃത്തിയായി. അപ്പോഴേക്കും മായ ചായയുമായി റൂമിലെത്തി. രാജീവ് ഡ്രസ്സ് മാറിക്കൊണ്ട് മായയെ നോക്കി. അപ്പോൾ അവൾ പറഞ്ഞു, രാജീവേട്ട, ഈ വീടിൻ്റെ പുറകുവശം മുഴുവൻ കാടായി. അതൊന്ന് വെട്ടാൻ മാധവേട്ടനോട് പറയണ്ടേ? ഓ എടി, നീ ആളെ കാണുമ്പോൾ ഒന്ന് പറഞ്ഞേക്ക്. മാധവൻ എന്ന അയാളുടെ വീടാണിത്. ഈ വീടിനോട് ചേർന്ന് ഒരു വീട് കൂടിയുണ്ട് അയാൾക്ക്. ആ വീട്ടിലിപ്പോൾ താമസക്കാരില്ല. അതുകൊണ്ട് തന്നെ മായക്ക് അയൽക്കാർ അടുത്തില്ല. ഒരു 100 മീറ്റർ മാറിയേ അടുത്ത വീടുള്ളൂ. രാജീവ് ചായ കുടിച്ചുകൊണ്ട് മായോട് പറഞ്ഞു. എടി, നീ എല്ലാം നോക്കി കണ്ടും ചെയ്. ഓ, അല്ലേലും രാജീവേട്ടന് പറ്റില്ലെന്ന് എനിക്കറിയാം. അവിടെ പാമ്പിനെ കണ്ടുവെന്ന കുഞ്ഞു പറഞ്ഞത്. ഓഹ് എടി, എനിക്കിപ്പോൾ സമയമില്ല. ഓ, അല്ലേലും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയമുണ്ടോ? അതും പറഞ്ഞുകൊണ്ട് മായ അടുക്കളയിലേക്ക് പോയി. ഇന്നലെ രാത്രിയിലും പരിപാടി കഴിഞ്ഞ് രാജീവ് തിരിഞ്ഞു കിടന്നു. അപ്പോൾ മുതൽ മായയ്ക്ക് രാജീവിനോട് നല്ല ദേഷ്യമുണ്ട്. എടി, ഞാൻ ഇറങ്ങുക, കുട്ടികൾ എഴുന്നേറ്റോ? ഇല്ല, മായ ഹാളിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. എഴുന്നേറ്റാ ഞാൻ പോയെന്ന് പറഞ്ഞേക്ക്. മായ സിറ്റ് ഔട്ടിലേക്ക് വന്നു. രാജീവ് അവളോട് യാത്ര പറഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. 2 മിനിറ്റ് നടന്നാൽ ബസ് സ്റ്റോപ്പ് എത്തി. മായ തൻ്റെ പണിയെല്ലാം ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും കുട്ടികൾ എഴുന്നേറ്റ് വന്ന് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി. മായ കുട്ടികളെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ട് അവളും ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് എതിരെ മാധവൻ വരുന്നത്, അയാളുടെ ബൈക്കിൽ. മായ അയാളെ നോക്കി ചിരിച്ചു. കൂടെ അയാളും. എന്താ ടീച്ചറെ, ഞാൻ കൊണ്ടുവിടണോ? മാധവൻ അവളോട് ചോദിച്ചു. എൻ്റെ മാധവേട്ടാ, 1 മിനിറ്റ് നടന്നാൽ ബസ് സ്റ്റോപ്പ് ആയില്ലേ, പിന്നെ എന്തിനാ? അയാൾ മായയെന്ന് നോക്കി. അവളിന്ന് സാരിയാണ് ഉടുത്തിരിക്കുന്നത്. അവളെ നോക്കുന്നതും അവളും ശ്രദ്ധിച്ചു. മായ അയാളോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മാധവേട്ടാ, വീടിൻ്റെ പുറകിലും സൈഡിലും മുഴുവൻ കാട് പിടിച്ച് കിടക്ക. ആരെങ്കിലും കിട്ടുവാണെങ്കിൽ ഒന്ന് വിളിക്ക്. അവിടേക്ക് ഒന്ന് വൃത്തിയാക്കണം. ഓ എൻ്റെ ടീച്ചറെ, പണിക്കാരെ ഒന്നും ഇപ്പോൾ കിട്ടാനില്ല. മലയാളികൾ വേണ്ട മാധവേട്ട, ആരെങ്കിലും കിട്ടുമോയെന്ന് നോക്കിയിട്ട് പറ. അവിടെ കഴിഞ്ഞ ദിവസം ഒരു പാമ്പിനെ കണ്ടു.
ആണോ, ഞാൻ നോക്കട്ടെ ടീച്ചറെ, അയാൾ പറഞ്ഞു. മാധവേട്ട, നോക്കിയാൽ പോരാ, റെഡിയാക്കണം. എനിക്ക് സംസാരിച്ചിരിക്കാൻ നേരമില്ല, ഇന്ന് എക്സാം തുടങ്ങാം. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ടീച്ചറെ, ഞാൻ വേണമെങ്കിൽ സ്കൂളിൽ കൊണ്ടുവിടാം. ഇപ്പോൾ വേണ്ട മാധവേട്ട, അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് മായ നടന്നുപോയി. എന്നും മായയെ കാണാനാണ് മാധവനി വരുന്നത്. അയാൾക്ക് മായയെ കാണുന്നത് ഒരിഷ്ടമാണ്. മാധവൻ ഇപ്പോൾ കൃഷിയൊക്കെ നോക്കി ജീവിക്കുന്നു. ഇതിനിടയിൽ വണ്ടി കച്ചവടമുണ്ട്, റിയൽ എസ്റ്റേറ്റും ബിസിനസ്സും, അങ്ങനെ പലതും ഉണ്ട്. അങ്ങനെ ഒരാഴ്ച കടന്നുപോയി. രാജീവ് ശനിയാഴ്ച വന്നു, തിങ്കളാഴ്ച പോയി. ചൊവ്വാഴ്ച രാവിലെ മായ സ്കൂളിൽ പോകാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ മാധവൻ ബൈക്കിൽ വരുന്നു. മായയുടെ അടുത്ത് അയാൾ വണ്ടി നിർത്തി. മായ അയാളോട് ചോദിച്ചു, മാധവേട്ട, എന്തായി? ആ ടീച്ചറെ, ഞാൻ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്, വൈകുന്നേരം പറയാം. ശരി മാധവേട്ട, എനിക്ക് 2 ദിവസം കൂടി സ്കൂളിൽ പോകേണ്ടതുള്ളൂ, അത് കഴിഞ്ഞാൽ സ്കൂൾ അടക്കുക. ഓ, അപ്പോൾ പണിക്ക് വന്നാൽ എനിക്ക് ടീച്ചറോട് വർത്തമാനം പറഞ്ഞൊക്കെ ഇരിക്കാമല്ലേ? ഞാൻ രാവിലെ അങ്ങ് വന്നേക്കാം. അയ്യോ എൻ്റെ പൊന്നു മാധവേട്ട, മാധവേട്ടൻ്റെ വെടിക്കഥകൾ കേട്ട് ഞാൻ മരിക്കുമല്ലോ, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ ഒരുപാട് കഥകളുണ്ട് ടീച്ചറെ. ആ, അതൊക്കെ ഞാൻ പിന്നെ കേൾക്കാം, ഇപ്പോൾ ഞാൻ സ്കൂളിൽ പോട്ടെ, അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ ശരി, 2 ദിവസം കഴിഞ്ഞാൽ ടീച്ചർ വീട്ടിലുണ്ടായില്ലേ, അപ്പോൾ ഞാൻ വരാം, അയാളും പറഞ്ഞു. എൻ്റെ ദൈവമേ, ഇനി 2 മാസം മുഴുവൻ മാധവേട്ടൻ്റെ തള്ളൽ ഞാൻ കേൾക്കണമല്ലോ, അവൾ മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ട് അയാൾ ചിരിച്ചു. എന്നിട്ട് അവളെ ഒന്ന് നോക്കി പറഞ്ഞു, ടീച്ചർക്ക് ഈ സാരി നല്ല ചേർച്ചയുണ്ട് കേട്ടോ. അത് കേട്ട് അവൾ ചിരിച്ചു. അവൾ ഒരിളം നീല കളർ സാരിയായിരുന്നു ഉടുത്തിരുന്നത്. മായ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലേലും ഞാൻ എന്തിട്ടാലും നല്ല ചേർച്ച അല്ലേ മാധവേട്ട? പിന്നെ ടീച്ചർ സുന്ദരിയല്ലേ, നല്ല ഭംഗിയുണ്ട്. അത് കേട്ടപ്പോൾ അവളുടെ മുഖം ഒന്ന് ചുവന്നു വന്നു. അവളുടെ മുഖത്ത് ഒരു പ്രസരിപ്പ്. അത് നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു, ടീച്ചർക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട്, നല്ല ഐശ്വര്യവും. മതി മതി പൊക്കിയത്, ഞാൻ പോട്ടെ മാധവേട്ട, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് മായ നടന്നുപോയി. 2 ദിവസം കഴിഞ്ഞ് മായയുടെ സ്കൂൾ അടച്ചു. കുട്ടികൾ അവധിയായതുകൊണ്ട് തറവാട്ടിലേക്ക് പോയി. അവിടെ രാജീവിൻ്റെ അനിയൻ്റെ കുട്ടികളുണ്ട്. അവിടെ അടുത്ത് ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വെക്കേഷന് ഡാൻസ് പഠിക്കാൻ കുട്ടികൾ തീരുമാനിച്ചു. രാവിലെ കുട്ടികൾ രാജീവിൻ്റെ തറവാട്ടിലേക്ക് പോകും, വൈകുന്നേരം മടങ്ങി വരും. ബസ്സിലാണ് പോകുന്നതും വരുന്നതും. ഈ ആഴ്ചയും രാജീവ് വന്നിട്ട് പോയി. അന്ന് രാവിലെ മായ കുട്ടികളുമായി അമ്പലത്തിൽ പോയിട്ട് കുട്ടികളെ ബസ് കയറ്റി വിട്ടിട്ട് മായ വീട്ടിലേക്ക് കയറുമ്പോൾ മുറ്റത്ത് മാധവൻ നിൽക്കുന്നു. ആഹാ, എത്ര നേരമായി ടീച്ചറെ ഞാൻ ഈ വന്നിട്ട്. അയ്യോ സോറി മാധവേട്ട, ഞാൻ അമ്പലത്തിൽ പോയതാ, അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഭഗവതിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോന്നല്ലോ ടീച്ചർ, മാധവൻ പറഞ്ഞു. ഒന്ന് പോവും മാധവേട്ട, ഞാൻ സത്യ ടീച്ചറെ പറഞ്ഞേ, ടീച്ചറെ കാണാൻ ഇപ്പോൾ ഒരു ദേവിയെ പോലെയുണ്ട്. എന്നിട്ട് അയാളെ നിന്ന് നോക്കി. സെറ്റ് സാരിയിൽ അവൾ നല്ല സുന്ദരിയായിരുന്നു. ചന്ദനക്കുറിയും അവളുടെ ഭംഗി കൂട്ടി. ടീച്ചറെ, ഞാനൊരു പണിക്കാരനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ പുറകിൽ നിന്നും മുന്നിലേക്ക് ഒരു പയ്യൻ വന്നു. ഈ പയ്യനാണ് മാധവേട്ട, അവൾ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ടീച്ചറെ, ഇവൻ പയ്യനൊന്നുമല്ല, ആസാമികൾക്ക് ഇത്രയും മുഴുപ്പേ ഉണ്ടാവൂ. അവൾ അവനെന്ന് നോക്കി. അവനും അവളെ നോക്കി പുഞ്ചിരിച്ചു. പണിയൊക്കെ പറഞ്ഞിട്ടില്ലേ മാധവേട്ട? ആ, അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു, ടീച്ചർ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അവൾ ചിരിച്ചുകൊണ്ട് വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് മാധവനോട് പറഞ്ഞു, മാധവേട്ട, ഞാൻ ഈ വസ്ത്രമൊക്കെ ഒന്ന് മാറിയിട്ട് വരാം. ആ ടീച്ചറെ, മാറിയിട്ട് വേറെന്തെങ്കിലും ഇട്ടുകൊണ്ട് വേണം വരാൻ, അല്ലെങ്കിൽ ഞാൻ നെട്ടു, അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്ന് പോവും മാധവേട്ട. അല്ല, വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ല ടീച്ചറെ. എന്നാ വാ, വല്ലതും കഴിക്കാം, അതും പറഞ്ഞുകൊണ്ട് മായ അയാളൊന്ന് നോക്കി. ആ ടീച്ചറെ, ഞാനിവന് പണി പറഞ്ഞു കൊടുത്തിട്ടങ്ങ് വന്നേക്കാം,
അതും പറഞ്ഞുകൊണ്ട് മാധവൻ ആ ബായോട് പണിയെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ട് വീടിൻ്റെ പുറകിലേക്ക് പോയി. മായ പുറകിലെ വാതിൽ തുറന്ന് ആ മുറ്റത്ത് നിന്നു. അപ്പോഴേക്കും മാധവൻ അവനെയും കൊണ്ട് പുറകിലെത്തി. ആ ബായ് പണി തുടങ്ങി. അവൻ ഫുഡ് കഴിച്ചോ മാധവേട്ട? ആ, അവൻ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്, അയാൾ പറഞ്ഞു. അവൻ പണി നോക്കിക്കൊണ്ട് അവിടെ നിന്നു. അവൻ കാട് വൃത്തിയാക്കാൻ തുടങ്ങി. വാ മാധവേട്ട, നമുക്ക് വല്ലതും കഴിക്കാം. അല്ല ടീച്ചറെ, എന്താ കാപ്പിക്ക്? അപ്പാണ് മാധവേട്ട. ആണോ? എന്നാ ടീച്ചറുടെ അപ്പം ഒന്ന് തിന്നു നോക്കട്ടെ, കൊള്ളാമെന്നറിയാമല്ലോ. അതും പറഞ്ഞുകൊണ്ട് അവരകത്തേക്ക് കയറി. അയാൾ ഡൈനിങ് ഹാളിലിരുന്നു. മായ അപ്പം വിളമ്പി. അയാൾ അവളെ നോക്കി. കഴിക്കും മാധവേട്ട, അവൾ പറഞ്ഞു. അയാൾ പുഞ്ചിരിച്ചു. അവരൊന്നിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഫുഡ് കഴിച്ചിട്ടും അവർ ഒരുപാട് നേരം സംസാരിച്ചു. അവൾ ഉച്ചത്തേക്കുള്ള ഫുഡ് റെഡിയാക്കുമ്പോഴും അവളോട് സംസാരിച്ചുകൊണ്ട് അയാൾ നിന്നു. ഇടയ്ക്കയാൾ പുറത്തേക്ക് വന്ന് അവൻ പണിയുന്നത് നോക്കും. അവൻ 10 മണിക്ക് കാപ്പി കുടിക്കാൻ കയറിയപ്പോൾ അവന് വെള്ളം മായ കൊണ്ടുപോയി കൊടുത്തു. മായയോട് അയാൾ ഒരുപാട് തമാശ പറഞ്ഞു. അവൾ അയാളുടെ തമാശ കേട്ട് ചിരിക്കുന്നുണ്ട്. അവളുടെ പണിയെല്ലാം അവൾ പെട്ടെന്ന് തീർത്തു. അപ്പോൾ അയാൾ ആ ബായോട് പണിയൊക്കെ നോക്കി നിൽക്കാണ്. മായ അയാളോട് സംസാരിച്ചുകൊണ്ട് അടുത്തേക്ക് നിന്നു. ഇപ്പോൾ മായ അയാളുടെ പുറകിൽ അയാളോട് ചേർന്നാണ് നിൽക്കുന്നത്. പെട്ടെന്ന് മായയ്ക്ക് അയാളടിച്ച സെൻറ്റിൻ്റെ മണം കിട്ടി. എന്നിട്ട് മാധവനോട് അവൾ പറഞ്ഞു, മാധവേട്ട, സെൻറ്റിന് നല്ല മണമുണ്ട് കേട്ടോ. അയാൾ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞപ്പോൾ പെട്ടെന്ന് അവളുടെ കയ്യിലൊന്ന് തട്ടി. അവർ പരസ്പരം കണ്ണിൽ നോക്കി നിന്നു. പക്ഷേ ഒന്നും മിണ്ടിയില്ല. ഇടയ്ക്കിവരെ ആ ബായും നോക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പണിയും. മാധവേട്ട, അവൾ വിളിച്ചു. മാധവേട്ടൻ്റെ ഭാര്യ ഇങ്ങോട്ടൊന്നും വരുന്നത് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ആ, അവൾ ഇടയ്ക്ക് വരും. പിന്നെ അവൾ നേഴ്സല്ലേ, ജോലിക്ക് പോകണ്ടേ? അല്ല മാധവേട്ട, സത്യത്തിൽ മാധവേട്ടന് എത്ര വയസ്സായി? അവൾ ചോദിച്ചു. എന്നെ കണ്ട എത്ര പറയും? അയാളെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി അവൾ പറഞ്ഞു. ഒരു 35. അയാൾ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്കിപ്പോൾ 47 വയസ്സായി. ആണോ? പക്ഷേ കണ്ട പറയില്ല കേട്ടോ. അവൾ അയാളുടെ അടുത്ത് നിന്നുകൊണ്ട് പറഞ്ഞു. മായ ടീച്ചറെ കണ്ടാലും ഒരു 33, അതിൽ കൂടുതൽ പറയില്ല. അല്ല മാധവേട്ട, എനിക്ക് 40 കഴിഞ്ഞു. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മാധവൻ ഈ സമയം അവളെ തന്നെ നോക്കി നിന്നു. ഇത് കണ്ട് മായ ചോദിച്ചു, എന്താ ഇങ്ങനെ നോക്കുന്നേ? അത് ടീച്ചറുടെ സൗന്ദര്യം കണ്ട് നോക്കിപ്പോയതാ. അത് കേട്ട് അവൾ വീണ്ടും അയാളെ തന്നെ നോക്കി നിന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ഇങ്ങനെ നോക്കല്ലേ ടീച്ചറെ, എന്തോ പോലെയാകുന്നു. ആണോ? ആ, അതെ, ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോകും കേട്ടോ. ആണോ? എന്നാ ഒന്ന് കാണണമല്ലോ, അവൾ പറഞ്ഞു. ആണോ? എന്നാ ഇപ്പോൾ തന്നെ കാണിക്കാം, മാധവൻ പറഞ്ഞു. അത് കേട്ടതും അവൾ വേഗം ഉള്ളിലേക്ക് ഓടി. എന്നിട്ട് ബെഡ്റൂമിൽ പോയി നിന്നു. മാധവൻ വേഗം വന്ന് ലോക്ക് ചെയ്തു. സത്യം പറഞ്ഞ മാധവനെ പോലെ മായയും ഒരുപാട് നാളായി ആഗ്രഹിക്കുന്ന കാര്യമാണിത്. പിന്നീട് അവിടെ നടന്നതെല്ലാം മായയും മാധവനും ഒരുപോലെ ആസ്വദിച്ചു. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞു. പെട്ടെന്ന് പുറത്തുനിന്ന് ഒരു കോളിംഗ് ബെൽ മുഴങ്ങി. അവർ പരസ്പരം നെട്ടി നോക്കി. മാധവേട്ട, അവൾ വിളിച്ചു. അയാൾ മായയെ നോക്കി. എന്നിട്ട് പെട്ടെന്ന് പറഞ്ഞു, എടി, നീ പെട്ടെന്ന് റെഡിയായി ഇറങ്ങ്. അപ്പോഴേക്കും അവൾ ബാത്റൂമിൽ പോയി മുഖമൊക്കെ കഴുകി വന്നു. അത് കഴിഞ്ഞ് മാധവനും കയറി മുഖമൊക്കെ ഒന്ന് കഴുകി. മായ ഹാളിലേക്ക് നടക്കുമ്പോൾ അവളുടെ കയ്യിൽ അയാൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു, എടി, നീ പേടിക്കണ്ട, എല്ലാത്തിനും ഞാനുണ്ട് കൂടെ. മാധവേട്ട, പിള്ളേരെങ്ങാനും ആണോ? അവൾ പറഞ്ഞു. അവരൊന്നും ആവില്ലടി, നീ ചെന്ന് പേടിക്കാതെ വാതിൽ തുറക്ക്. അവൾ വാതിക്കലേക്ക് നടന്നു. അയാൾ അവളെ നോക്കി നിന്നു. മായയുടെ ഹൃദയം പടപട ഇടിക്കുന്നുണ്ട്. അവൾ മെല്ലെ വാതിൽ തുറന്നു. സിറ്റൗട്ടിന് താഴെ ആ ബായ് പയ്യൻ നിൽക്കുകയാണ്. മായ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവൾ
വാതിൽ ചാരിയാണ് നിൽക്കുന്നത്. അവൾ തല തിരിച്ചുകൊണ്ട് മാധവനോട് പറഞ്ഞു, മാധവേട്ട ഇങ്ങ് വന്നേ, ഇതാ ഭായിയാണ്. അയാൾ അങ്ങോട്ട് വന്ന് മായയുടെ അരികിൽ നിന്നുകൊണ്ട് അവനോട് ഹിന്ദിയിൽ ചോദിച്ചു, ക്യാ ബായ്? പാനി, അവൻ പറഞ്ഞു. മായ, അവന് കുറച്ച് വെള്ളം കൊടുക്ക്. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അയാളെ നോക്കി പറഞ്ഞു. ഓ, ഞാൻ പേടിച്ചു പോയി മാധവേട്ട. അയാൾ ചിരിച്ചു. എന്നിട്ട് അവളെ അടുത്ത് പിടിച്ച് നിർത്തി. ഹാ, ഒന്ന് വിട്, അവൻ നിൽക്കുന്നത് കണ്ടില്ലേ? അവൾ പറഞ്ഞു. എടി, അവൻ വിചാരിച്ചോളും നീ എൻ്റെ ഭാര്യയാണെന്ന്. ഓ പിന്നെ, വിട്ടെ, ഞാനവന് വെള്ളം എടുത്തു കൊടുക്കട്ടെ. എന്നിട്ട് മായ അയാളെ നോക്കി അകത്തേക്ക് പോയി. അതൊക്കെ ആ ബായി നോക്കി കാണുന്നുണ്ട്. അവൾ അകത്തേക്ക് പോയപ്പോൾ മാധവൻ അവനോട് ഓരോന്ന് ചോദിച്ചുകൊണ്ട് നിന്നു. മായ ഫ്രിഡ്ജിൽ നിന്നും ഒരു കുപ്പി വെള്ളം എടുത്തുകൊണ്ട് വന്ന് അവന് കൊടുത്തു. അപ്പോൾ മാധവൻ സിറ്റ് ഔട്ടിൻ്റെ പില്ലറിൽ ചാരി നിൽക്കുകയാണ്. ആ ബായി വെള്ളം കുടിച്ചുകൊണ്ട് മായയും നോക്കുന്നുണ്ട്. ഇത് കണ്ട മാധവൻ അവളുടെ അടുത്ത് ചേർന്ന് ഓരോ കുസൃതികൾ ഒപ്പിക്കാൻ തുടങ്ങി. അതാ മായും ശ്രദ്ധിച്ചു. ദേ മാധവേട്ട, എന്തായി കാണിക്കുന്നേ? ദാ മുന്നിൽ റോഡാ, ആളുകൾ ശ്രദ്ധിക്കും മനുഷ്യ. ഒന്ന് പോടി, ഇപ്പോൾ അവിടെ ആരുമില്ല. അതും പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും ഓരോന്നൊപ്പിച്ചു. ആ ബായോട് അയാൾ പറഞ്ഞു, എടാ, ആ വെള്ളം പുറകിൽ കൊണ്ടേ വെച്ചോ, നിനക്ക് ദാഹിക്കുമ്പോൾ കുടിക്കാം. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് സൈഡിലൂടെ പുറകോട്ട് നടക്കാൻ തുടങ്ങി. അപ്പോൾ ഇന്നിവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.